തൃശൂർ പൂര വിളംബര ചടങ്ങ് ഇന്ന് നടക്കും. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്ന് നിലപാട് തറയിലെത്തി പൂരം വിളംബരം ചെയ്യും. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്. അവിടെ നിന്നും നമ്മുടെ പ്രതിനിധികൾ മാതൃഭൂമി ന്യൂസ് സംഘം സജ്ജമാണ് എന്ന് പറഞ്ഞു. എല്ലാ വിവരങ്ങളും നൽകാനായി ലിഷോയ് ചേരുന്നുണ്ട്. ഒപ്പം ദിവീഷ് മണിയും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. MS ലിഷോയ്, ദിവീഷ് മണി, ഗുഡ് മോർണിംഗ് രണ്ടാൾക്കും. തൃശൂർ പൂര നഗരിയിൽ നിന്നാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും നമ്മൾ ചെറിയ തോതിൽ ഈ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പൂരമാണല്ലോ ഇത്. അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ എന്താണ്? ദിവീഷ്, അങ്ങനെ ഇത്തവണത്തെ പൂരം ആയിരിക്കുകയാണ്. മൊത്തി ഞങ്ങൾ പൂര നഗരിയിലാണ്, അതായത് തെക്കേ നടയിലാണ്. ഇവിടെയാണ് കുടമാറ്റമൊക്കെ തന്നെ നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അത്ര പൊലിമയൊന്നുമില്ല. സാധാരണ പോലെ തന്നെ ഒരു തെക്കോട്ടിറക്കം, അത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം മാത്രം കുടമാറ്റം എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല വെടിക്കെട്ട് ഒഴിവാക്കി. കൂടാതെ മറ്റുള്ളതൊക്കെ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതുവെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് ഈ പൂരം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ആഘോഷിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇത്തവണത്തെ പൂരം നമ്മൾ കൊണ്ടാടുക എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. മാത്രമല്ല മറ്റ് എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ പൂരത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ അതിൻ്റെ മാസങ്ങൾക്ക് മുൻപേ തന്നെ അവരുടെ പ്രയത്നം ആരംഭിക്കുന്നതാണ്. അവരുടെ ഒരു ജീവിതം കൂടിയാണ് പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് അതൊരു വലിയ, ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടവരുടെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇനി ഒരുപാട് പേർക്ക് ദുരിതം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പൂരം നടത്തിയേ പറ്റൂ എന്നുള്ളതാണ് ദേവസ്വം. ഇപ്പം ഇന്നലെ ഞങ്ങളിവിടെ വന്നിറങ്ങി, ഞാൻ ഓട്ടോയിൽ കയറി വരുമ്പോൾ ഓട്ടോ ചേട്ടൻ അദ്ദേഹം സംസാരിച്ചു, നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും വല്ലാത്ത ദുഃഖം അല്ലെങ്കിൽ തീരാത്ത വേദന ഒപ്പമുണ്ട്. അതിൻ്റെ ഒരു മറുഭാഗമാണ് ജീവിതത്തിൻ്റെ തന്നെ 2 ഭാഗം എന്ന് പറയുന്നത് പോലെ ഇതൊരു നാടിൻ്റെ ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിലൊക്കെ ഉപരി ഒരുപാട് ലിഷോയ് പറഞ്ഞ പോലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഒരു വർഷം മുന്നോട്ട് പോകാനുള്ള അവരുടെ ഒരു വരുമാന വഴി തന്നെ തീർച്ചയായും തൃശ്ശൂർ പൂരം. അത് ഈ തൃശ്ശൂർ പൂരമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ല, എത്രയോ പല തലങ്ങളിൽ ഉള്ള ആളുകൾ, പല നാടുകളിലുള്ള ആളുകൾ, പല വിഭാഗങ്ങളിലുള്ള ആളുകൾ, അങ്ങനെ ഒരു വലിയ മനുഷ്യ വിഭാഗത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് പലതരത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്ത് പകരുന്ന ഒരു ഇടം കൂടിയാണ് പൂരം. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ സത്യത്തിൽ പൂരം വളരെ ഇപ്പം എനിക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഇത്രയും ഇങ്ങനെയല്ല നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പോകുന്നു, ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തീരുന്നു. നമുക്കറിയാം ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. പക്ഷേ ആഘോഷം അത് ഏറ്റവും മനോഹരമായി, അല്ലെങ്കിൽ തൃശ്ശൂരുകാർക്ക് ഇതിനെ മറികടക്കും. നമ്മൾ ഏതൊരു ദുരന്തവും അതിനെ മറികടക്കാൻ കൂടിയാണല്ലോ മനുഷ്യൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും കൂടുതൽ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ സഹായങ്ങൾ എത്തിക്കുക തുടങ്ങിയ നന്മയുടെ പ്രവർത്തികൾ കൂടി ചെയ്ത് ഈ പൂരത്തിൻ്റെ കാഴ്ചകൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആളുകളൊക്കെ വന്നിപ്പോൾ എന്നുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ആ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ശ്രീധരൻ നെയ്തലക്കാവിലുണ്ട്, ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങുകളും കൂടി പറയാം. അതായത് ഇന്നിപ്പോൾ പൂര വിളംബരം നടക്കുകയാണ്. അതായത് ഇത് തെക്കേ നടയാണ്. ഈ തെക്കേ ഗോപുരനട നെയ്തലക്കാവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അലങ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് അലങ്കാരങ്ങളൊക്കെ തന്നെ കഴിയാറുണ്ട്. കാരണം ആ പൂക്കളൊക്കെ അവിടെ ഇട്ട് കഴിയാറുണ്ട്. ഇന്നിപ്പോൾ ഇത്തിരി വൈകിയാണെന്ന് തോന്നുന്നു. എന്തായാലും നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ഈ തെക്കേ ഗോപുരനട തുറന്നിടുകയാണ്. ചെറുപൂരങ്ങൾക്ക്, പ്രത്യേകിച്ച് കണിമംഗലം ശാസ്താവിന് കയറി വരുന്നതിന് വേണ്ടി ആദ്യമായി തൃശ്ശൂർ പൂരത്തിന് എത്തുന്ന ഘടക പൂരമാണ്. അപ്പോൾ കണിമംഗലം ശാസ്താവിന് നേരെ കയറി പോകുന്നതിന് വേണ്ടി ഈ തെക്കേ നട തുറന്നിടുകയാണ്. ഇനി പൂരം കഴിഞ്ഞിട്ടായിരിക്കും ആ നട അടയ്ക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചടങ്ങാണ്. അതിന് തുറന്നിടുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയി ആ ശ്രീമൂലസ്ഥാനത്തിനടുത്ത് നിലപാട് തറയുണ്ട്. ആ നിലപാട് തറയിൽ എത്തിയ ശേഷം ആ നിലപാട് തറയിൽ നിന്നാണ് പൂര വിളംബരം നടത്തുക. നമ്മൾ സാധാരണ പലരും കരുതിയിട്ടുള്ള പോലെ ഈ നട തുറന്നു കഴിഞ്ഞാൽ പൂര വിളംബരമായിട്ടില്ല. ഇതിലെ ഈ നട തുറന്നതിന് ശേഷം അവിടെ എത്തി നിലപാട് തറയിലെത്തി നിലപാട് തറയിൽ നിന്നാണ് പൂര വിളംബരം നടത്തുന്നത്. അതാണ് ഇന്നത്തെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്. പിന്നീട് അതൊരു പൂരത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പൂരത്തിലേക്ക് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു തെക്കേ നട തുറക്കുന്നു. അതിനോടൊപ്പം തന്നെ പൂര വിളംബരം നടത്തുന്നു. അതാണ് ഇന്നത്തെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്.